വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം. അമ്മോന്യർ യാബേഷ് ഉപരോധിക്കുന്നു. അമ്മോൻകാരനായ നാഹാഷ് കയറി ചെന്ന് യാബേഷ് ഗിലെയാദിനുമേൽ ഉപരോധം ഏർപ്പെടുത്തി. യാബേഷിലെ പൗരന്മാരെല്ലാം നാഹാഷിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ സേവിക്കേണ്ടതിന് ഞങ്ങളുമായി നീ ഒരു ഉടമ്പടി ചെയ്യുക. അമ്മോൻകാരനായ നാഹാഷ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വലത്ത് കണ്ണോരോന്നും ചുഴന്നെടുക്കുന്ന വ്യവസ്ഥയിൽ നിങ്ങളുമായി ഞാൻ ഉടമ്പടി ചെയ്യാം. അങ്ങനെ ഇസ്രായേൽ മുഴുവനും മേൽ ഞാനത് പരിഹാസ വിഷയമാക്കി മാറ്റും. യാബേഷിലെ ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ എല്ലാ പ്രദേശങ്ങളിലും ദൂതന്മാരെ അയക്കേണ്ടതിന് ഞങ്ങൾക്ക് 7 ദിവസം സാവകാശം തരുക. ഞങ്ങളെ രക്ഷിക്കുന്ന ആരുമില്ലെങ്കിൽ നിന്റെ പക്കലേക്ക് ഞങ്ങൾ എത്തിക്കൊള്ളാം. ദൂതന്മാർ സാവൂളിന്റെ ഗിബെയയിലെത്തി ജനം കേൾക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ജനം മുഴുവൻ സ്വരമുയർത്തി കരഞ്ഞു. അപ്പോൾ അതാ സാവൂൾ കാലിക്കൂട്ടത്തെ തെളിച്ച് വയലിൽ നിന്ന് വരുന്നു. സാവൂൾ തിരക്കി, ജനത്തിനെന്തു പറ്റി? അവർ കരയുകയാണല്ലോ. അപ്പോൾ അവർ യാബേഷ് പൗരന്മാരുടെ വാക്കുകൾ അവനോട് വിവരിച്ചു. സാവൂൾ ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ അവന്റെ മേൽ ദൈവാരൂപി ആവേശിച്ചു. അവന്റെ കോപം ഏറെ ജ്വലിച്ചു. അവൻ ഒരു ഏർക്കാളയെ എടുത്ത് അത് കഷ്ണമാക്കി. സാവൂളിന്റെയും സാമൂലിന്റെയും പിന്നാലെ പുറപ്പെടാത്തവന്റെ കാലിക്കൂട്ടത്തോട് ഇങ്ങനെ ചെയ്യപ്പെടും എന്ന് പറയാനായി ഇസ്രായേൽ പ്രദേശത്തെല്ലാം ദൂതന്മാർ വശം അത് കൊടുത്തയച്ചു. അപ്പോൾ കർത്തൃഭീതി ജനത്തിന്റെ മേൽ നിബദിച്ചു. അവർ ഒറ്റയാൾ പോലെ പുറപ്പെട്ടു. അവൻ അവരെ ബെസേക്കിൽ വെച്ച് തിട്ടപ്പെടുത്തി. ഇസ്രായേല്യർ 3,00,000 പേരും യൂദാ പൗരന്മാർ 30,000 പേരും ഉണ്ടായിരുന്നു. ദൂതന്മാരായി വന്നവരോട് അവർ പറഞ്ഞു, യാബേഷ് ഗിലെയാദിലെ പൗരന്മാരോട് നിങ്ങൾ ഇങ്ങനെ പറയണം, നാളെ നട്ടുച്ചയ്ക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായിരിക്കും. ദൂതന്മാർ ചെന്ന് യാബേഷ് പൗരന്മാരോട് വിവരിച്ചു. അവർ സന്തോഷിച്ചു. യാബേഷ് പൗരന്മാർ നാഹാഷിനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു വന്നുകൊള്ളാം. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഉചിതമായതുപോലെയെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാം. പിറ്റേന്നായപ്പോൾ സാവൂൾ ജനത്തെ 3 ഗണമായി വേർതിരിച്ചു. അവർ പ്രഭാതയാമത്തിൽ തന്നെ പാളയത്തിനിടയിലേക്ക് ഇരച്ചു ചെന്ന് നട്ടുച്ച സമയം വരെ അമ്മോനെ ആക്രമിച്ചു. അവശേഷിച്ചവരെ അവർ ചിതറിച്ചു. അവർക്കിടയിൽ 2 പേർ പോലും ഒന്നിച്ച് അവശേഷിച്ചില്ല. അപ്പോൾ ജനം സാമൂലിനോട് പറഞ്ഞു, സാവൂൾ ഞങ്ങളുടെ മേൽ ഭരിക്കുമോ എന്ന് ചോദിച്ചത് ആരാണ്? ആ ആളുകളെ വിട്ടുതരിക, അവരെ ഞങ്ങൾ വകവരുത്തട്ടെ. സാവൂൾ പറഞ്ഞു, ഈ ദിവസം ആരും വധിക്കപ്പെടരുത്. എന്തെന്നാൽ ഇന്ന് കർത്താവ് ഇസ്രായേലിൽ രക്ഷ നിർവഹിച്ചിരിക്കുന്നു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, പോകുവിൻ, നമുക്ക് ഗിൽഗാലിലേക്ക് പോയി അവിടെ വെച്ച് രാജ്യത്വം നവീകരിക്കാം. ജനം മുഴുവൻ ഗിൽഗാലിലേക്ക് പോയി. അവിടെ ഗിൽഗാലിൽ കർത്തൃസന്നിധിയിൽ വെച്ച് സാവൂളിനെ അവർ രാജാവാക്കി. അവിടെ കർത്താവിന്റെ സന്നിധിയിൽ അവർ സമാധാന ബലികൾ അർപ്പിച്ചു. സാവൂളും ഇസ്രായേൽ പൗരന്മാരെല്ലാവരും അവിടെ അത്യധികം സന്തോഷിച്ചു. സാമുവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം. സാമുവേൽ എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, ഇതാ നിങ്ങൾ എന്നോട് ചോദിച്ചതെല്ലാം പ്രകാരം നിങ്ങളുടെ സ്വരം ശ്രവിച്ച് നിങ്ങൾക്കുമേൽ ഞാനൊരു രാജാവിനെ വാഴിച്ചു. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മുൻപേ നീങ്ങാൻ ഒരു രാജാവുണ്ട്. ഞാനാകട്ടെ ജരാനരകൾ ബാധിച്ചവനായി. എൻ്റെ പുത്രന്മാർ ഇതാ നിങ്ങളോടുകൂടിയുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ വെച്ച് എനിക്കെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. കാളയെ ഞാനെടുത്തെന്ന് ആര് സാക്ഷ്യപ്പെടുത്തും? കഴുതയെ ഞാനെടുത്തെന്ന് ആര് സാക്ഷ്യപ്പെടുത്തും? ആരെയാണ് ഞാൻ ചൂഷണം ചെയ്തിട്ടുള്ളത്? ആരെയാണ് ഞാൻ ദ്രോഹിച്ചിട്ടുള്ളത്? എൻ്റെ കണ്ണുകൾ കോഴ കൊണ്ട് അന്ധമാക്കും വിധം ആരുടെ കയ്യിൽ നിന്നാണ് ഞാൻ അത് കൈപ്പറ്റിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തിരികെ തരാം. അവർ പറഞ്ഞു, നീ ഞങ്ങളെ ചൂഷണം ചെയ്തിട്ടില്ല, ഞങ്ങളെ ദ്രോഹിച്ചിട്ടുമില്ല.
ഒരുവന്റെയും കയ്യിൽ നിന്ന് ഒന്നും നീ അപഹരിച്ചിട്ടില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൈവശം ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നതിന് നിങ്ങൾക്കെതിരെ ഈ ദിനം കർത്താവ് സാക്ഷിയാണ്, അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ, സാക്ഷിയാണ്. സാമുവേൽ ജനത്തോട് പറഞ്ഞു, മോശയെയും അഹറോനെയും നിയമിച്ചവനും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തു ദേശത്തു നിന്ന് സമുദ്ധരിച്ചവനുമായ കർത്താവ് തന്നെ സാക്ഷി. അതിനാൽ ഇപ്പോൾ നിങ്ങൾ നിലപാടെടുക്കുവിൻ. നിങ്ങളുമായും നിങ്ങളുടെ പിതാക്കന്മാരുമായും കർത്താവ് ചെയ്ത എല്ലാ നീതിപ്രവൃത്തികളെയും കുറിച്ച് കർത്താവിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങളുമായി ഞാൻ ന്യായവാദം നടത്തട്ടെ. യാക്കോബ് ഈജിപ്തിലെത്തുകയും നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് മോശയെയും അഹറോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചപ്പോൾ അവിടുന്ന് അവരെ ഹസോർ സൈന്യാധിപനായ സീസേറായുടെയും ഫിലിസ്ത്യരുടെയും മൊവാബ് രാജാവിൻ്റെ കൈകളിലേക്ക് വിറ്റു. അക്കൂട്ടർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. എന്തെന്നാൽ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലുകളെയും അഷ്താറോത്തുകളെയും ഞങ്ങൾ സേവിച്ചു. ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ ശുശ്രൂഷിച്ചു കൊള്ളാം. കർത്താവ് ജെറുബ്ബാലിനെയും ബെദാനെയും ജെഫ്തായെയും സാമുവേലിനെയും അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളുടെ കരത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു. അമ്മോന്യരുടെ രാജാവായ നാഹാഷ് നിങ്ങൾക്കെതിരെ വരുന്നെന്ന് കണ്ടപ്പോൾ നിങ്ങൾ എന്നോട്, ഒരു രാജാവ് ഞങ്ങളെ ഭരിക്കാതെ പറ്റില്ല എന്ന് ശഠിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവായിരുന്നല്ലോ നിങ്ങളുടെ രാജാവ്. ഇപ്പോൾ ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ടതും നിങ്ങൾ തിരഞ്ഞെടുത്തതുമായ രാജാവ്. ഇതാ കർത്താവ് നിങ്ങളുടെ മേൽ ഒരു രാജാവിനെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ സ്വരം അനുസരിക്കുകയും കർത്താവിൻ്റെ നിർദ്ദേശം ധിക്കരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പിന്നാലെയായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും അവിടുത്തെ വാക്ക് ധിക്കരിക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ കരം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പിതാക്കന്മാർക്കെതിരെയും ആയിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ നിലപാടെടുത്ത് നിങ്ങളുടെ ദൃഷ്ടികളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഈ മഹാകാര്യം കാണുവിൻ. ഇന്ന് ഗോതമ്പ് കൊയ്ത്തല്ലേ. ഇടിയും മഴയും അയക്കേണ്ടതിന് കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. നിങ്ങൾക്കായി ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രവർത്തിച്ച ദുഷ്ടത വലുതാണെന്ന് നിങ്ങൾ അറിയുകയും കാണുകയും ചെയ്യുവിൻ. സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് ആ ദിവസം ഇടിമുഴക്കങ്ങളും മഴയും നൽകി. ജനം മുഴുവനും കർത്താവിനെയും സാമുവേലിനെയും ഏറെ ഭയപ്പെട്ടു. ജനം മുഴുവനും സാമുവേലിനോട് പറഞ്ഞു, ഞങ്ങൾ മരിക്കാതിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവിനോട് നിന്റെ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾക്കായി രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളുടെയും മേൽ ഞങ്ങളൊരു തിന്മ കൂടി ചേർത്തിരിക്കുന്നു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മയെല്ലാം ചെയ്തു. എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ മോചിപ്പിക്കാനാകാത്തതുമായ നിരർത്ഥത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. അവ നിരർത്ഥമാണ്. എന്തെന്നാൽ തൻ്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. നിങ്ങളെ തനിക്കായി ഒരു ജനമാക്കാൻ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഞാനാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിരമിച്ച് അങ്ങനെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ എനിക്കിടയാകാതിരിക്കട്ടെ. നല്ലതും നേരായതുമായ വഴിയിൽ ഞാൻ നിങ്ങൾക്ക് പരിശീലനം നൽകും. നിങ്ങൾ നിശ്ചയമായും കർത്താവിനെ ഭയപ്പെടുകയും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങളുമായി മഹനീയമാംവിധം വർത്തിച്ചത് പരിഗണിക്കുവിൻ. നിങ്ങൾ അടിക്കടി ദുഷ്ടമായി പെരുമാറിയാൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും തുടച്ചു മാറ്റും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം. ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടൻ ഓടി അകലുന്നു. നീതിമാനാകട്ടെ യുവസിംഹത്തെ പോലെ ആത്മധൈര്യമുള്ളവനായിരിക്കും. നാടിൻ്റെ ദുരവസ്ഥയിൽ അതിൻ്റെ ഭരണാധിപന്മാർ പലരായിരിക്കും. ഉൾക്കാഴ്ചയും പരിജ്ഞാനവുമുള്ള മനുഷ്യനുള്ളപ്പോൾ അത് ശരിയായി നിലനിൽക്കും.
ആവശാധിക്യത്തിൽ ആയിരിക്കെ തന്നെ ദരിദ്രരെ ദ്രോഹിക്കുന്നവൻ ആഹാരം മുട്ടിക്കുന്ന കുത്തൊഴുക്കുമഴ പോലെയാണ്. നിയമം ലംഘിക്കുന്നവർ ദുഷ്ടനെ കീർത്തിക്കുന്നു, നിയമം പാലിക്കുന്നവർ അവനോട് രോഷം കൊള്ളുന്നു. ചീത്തയാളുകൾ ന്യായം തിരിച്ചറിയുന്നില്ല, കർത്താവിനെ തേടുന്നവർ എല്ലാം തിരിച്ചറിയുന്നു. ദരിദ്രനായി തൻ്റെ സാകല്യത്തിൽ വ്യാപരിക്കുന്നതാണ് ധനികനായി വക്രതയിൽ വ്യാപരിക്കുന്നതിനേക്കാൾ നല്ലത്. നിയമം കാത്തുസൂക്ഷിക്കുന്നവൻ ഗ്രഹണശേഷിയുള്ള മകനാണ്. ദുർവൃത്തരോട് കൂട്ടുകൂടുന്നവൻ തൻ്റെ പിതാവിനെ അപമാനിക്കുന്നു. പലിശ വഴിയും കൊള്ളലാഭം വഴിയും തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ ദരിദ്രരോട് ദയയുള്ളവനു വേണ്ടിയാകും അത് സമാഹരിക്കുന്നത്. നിയമം കേൾക്കുന്നതിൽ നിന്ന് ചെവി തിരിക്കുന്നവനുണ്ട്, അവൻ്റെ പ്രാർത്ഥന പോലും മ്ലേച്ഛതയാണ്. സത്യസന്ധരെ ദുർമാർഗത്തിൽ ചരിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ അവൻ്റെ കുഴിയിൽ അവൻ തന്നെ വീഴും. നിഷ്കളങ്കർ നന്മ അവകാശമാക്കും. ധനികനായ വ്യക്തി സ്വന്തം ദൃഷ്ടികളിൽ ജ്ഞാനിയാണ്. ബുദ്ധിമാനായ ദരിദ്രൻ അവനെ വിലയിരുത്തുന്നു. നീതിമാന്മാരുടെ ആഹ്ലാദത്തിൽ വലിയ മഹിമയുണ്ട്. ദുഷ്ടരുടെ ഉയർച്ചയിലാകട്ടെ മനുഷ്യൻ ഓടിമറയും. തെറ്റുകൾ മറച്ചുവെക്കുന്നവൻ അഭിവൃദ്ധിപ്പെടുകയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവൻ അനുകമ്പ പ്രാപിക്കും. എല്ലായ്പ്പോഴും ശ്രദ്ധാലുവായ മനുഷ്യൻ അനുഗ്രഹീതൻ, ഹൃദയം കഠിനമാക്കുന്നവൻ ആപത്തിൽ പതിക്കും. സാധുജനത്തിന്മേൽ ഭരണം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹവും ആർത്തിപൂണ്ട കരടിയുമാണ്. വിവേകശൂന്യനായ നായകൻ വലിയ പീഡകനായിരിക്കും. കൊള്ളലാഭം വെറുക്കുന്നവൻ ആയുസ് വർദ്ധിപ്പിക്കും. ജീവരക്തത്തിന്റെ ഭാരം പേറുന്ന മനുഷ്യൻ കുഴിമാടം വരെ അലയേണ്ടവനാണ്. ആരും അവനെ പിന്തുണയ്ക്കാതിരിക്കട്ടെ. നിഷ്കളങ്കനായി വ്യാപരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇരുവഴികളും വക്രീകരിക്കുന്നവൻ ഒന്നിൽ നിബദിക്കും. തൻ്റെ നിലത്ത് അധ്വാനിക്കുന്നവൻ അപ്പം കൊണ്ട് തൃപ്തനാകും. ശൂന്യമായവ പിൻചെല്ലുന്നവൻ ദാരിദ്ര്യം കൊണ്ട് നിറയും. വിശ്വസ്തനായ വ്യക്തിക്ക് അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഉണ്ടാകും. ധനികനാകാൻ വെമ്പുന്നവൻ കുറ്റവിമുക്തനാവുകയില്ല. പക്ഷപാതം കാട്ടുന്നത് നന്നല്ല. ഒരു അപ്പക്കഷ്ണത്തിനു വേണ്ടി പോലും മാനവൻ അതിക്രമം ചെയ്യുന്നു. ലുബ്ധൻ സമ്പത്തിനായി പരക്കം പായുന്നു, എന്നാൽ തനിക്കില്ലായ്മ വന്നു ചേരുമെന്ന് അവൻ അറിയുന്നില്ല. മധുരഭാഷയേക്കാൾ ശാസിക്കുന്ന മനുഷ്യനാണ് പിന്നീട് പ്രീതി കണ്ടെത്തുന്നത്. അപ്പനെയോ അമ്മയെയോ കൊള്ളയടിച്ചിട്ട് അത് അതിക്രമമല്ല എന്നു പറയുന്നവൻ ദംസകന്റെ കൂട്ടാളിയാണ്. വ്യക്തിയുടെ അത്യാഗ്രഹം കലഹം ഇളക്കിവിടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനത്തിൽ ചരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. എന്നാൽ സ്വന്തം കണ്ണുകൾ മൂടിവെക്കുന്നവന് ശാപാധിക്യമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ മനുഷ്യൻ സ്വയം ഒളിക്കുന്നു. അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. തങ്ങളിൽ ആരാണ് വലിയവനായി കരുതപ്പെടേണ്ടത് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അവനാകട്ടെ അവരോട് പറഞ്ഞു, വിജാതിയരുടെ രാജാക്കന്മാർ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നു. അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നവർ ഉപകാരികൾ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കട്ടെ. നയിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. എന്നാൽ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാണ്. നിങ്ങളോ എന്നാൽ എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്ന പോലെ ഞാൻ നിങ്ങൾക്കും കൽപ്പിച്ചു തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യേണ്ടതിനാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരിക്കും. ശിമിയോൻ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ കൊഴിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ശിമിയോൻ പറഞ്ഞു, കർത്താവെ, നിന്നോട് കൂടെ കാരാഗ്രഹത്തിലേക്കും മരണത്തിലേക്കും പോരാൻ പോലും ഞാൻ ഒരുക്കമാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂകുകയില്ല. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു,
എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ. അതുപോലെ തന്നെ സഞ്ചിയും. വാളില്ലാത്തവൻ പുറങ്കുപായം വിറ്റ് അത് വാങ്ങട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതിയത് എന്നിൽ നിറവേറണം. എന്തെന്നാൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളവയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, അതു മതി. അവൻ പുറത്തു വന്ന് പതിവനുസരിച്ച് ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഏകദേശം 1 കല്ലേറു ദൂരം മാറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തേത് നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ പ്രാണവേദനയിലാണ്ട് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ദുഃഖം നിമിത്തം ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങൾ ഉറങ്ങുന്നുവോ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസമേ.